പ്രോസിക്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലായി വന്ന ഒന്നാണ്. ദിലീപിനെ പൂട്ടണം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ദിലീപ് തന്നെ സൃഷ്ടിച്ചുവെന്ന്. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പ് ദിലീപാണ് സൃഷ്ടിച്ചതെന്ന് കണ്ടെത്താൻ ദിലീപാണെന്നതിന് തെളിവില്ല എന്ന് പറയുന്നു. അതിൽ മെസ്സേജ് ലഭിച്ചു എന്ന് പറയുന്ന ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ ഷോൺ ജോർജിന്റെ കോടതിയിൽ അദ്ദേഹത്തെ വിസ്തരിക്കാൻ പോലും പ്രോസിക്യൂഷൻ തയ്യാറായില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത ആളെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 8ാം പ്രതിയുടെ സഹായത്തോടെയാണ് നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്ന ഈ ദിലീപിനെ പൂട്ടണം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പശ്ചാത്തലത്തിൽ കോടതി വ്യക്തമാക്കുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ നിരത്തിയ ഓരോ തെളിവുകളും കോടതി അത് പ്രതിഭാഗത്തിന് ഡിഫൻസ് വെച്ച് അതിൽ തെളിവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുബോധമല്ല, നമ്മുടെ താല്പര്യങ്ങളല്ല, അതിനപ്പുറത്തേക്ക് കോടതിക്ക് മുമ്പാകെ കേസിന്റെ മെറിറ്റ് മാത്രമാണ് വസ്തുതാപരമായി നിലനിൽക്കുക. ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹണി എം വർഗീസ് ഈ വിധി പ്രസ്താവനം നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണം ജസ്റ്റിസ് ഹണി എം വർഗീസിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു. അവർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഒരു ഘട്ടത്തിൽ അതിജീവിത തന്നെ കോടതിയിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഒന്നും തന്നെ A1 ആയ പൾസർ സുനിയും A8 ആയ ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ കോടതിയെ വിമർശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. അങ്ങനെ വളരെ കൃത്യമായി തന്നെ ഇഴകീറി പരിശോധിച്ച് 7.5 വർഷത്തെ വാദം ഇഴകീറി പരിശോധിച്ച് ഓരോ വരിയും വളരെ കൃത്യമായി ഈ വിധിപ്പകർപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് ഇതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ എവിടേക്കാണ് പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചത് എന്ന് പറയുക. അതിൽ ഏറ്റവും അടിസ്ഥാന തത്വം പോലും പാലിച്ചിട്ടില്ല എന്നാണ് ഈ വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നത്. അതായത് ദിലീപിനെ പൂട്ടണമെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾക്ക് സന്ദേശം പോകുന്നു, അയാൾ ആ കാര്യം പറയുന്നു, പക്ഷേ അയാളെ വിസ്തരിക്കാൻ പോലും പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന് കോടതി ചോദിക്കുകയാണ്. അങ്ങനെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ദിലീപാണെന്ന് എങ്ങനെ പറയാനാകും എന്നാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സാമ്പത്തിക തെളിവുകൾ ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോടതി അക്കമിട്ട് നിരത്തുകയാണ്. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണ പരാജയം എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ആകെയുള്ള ഒരു ഇതിവൃത്തം. പൾസർ സുനി ദിലീപിനെതിരായ മൊഴി മാറ്റി. പൾസർ ആദ്യം ഉന്നയിച്ചത് സ്ത്രീയിലേക്ക് അന്വേഷണം നടന്നില്ല എന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയാണ്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.